സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, മഞ്ചൂർ കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ശ്യാമിലി എന്ന് പറയുന്ന ഒരു യുവ അഭിഭാഷകയെ ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത. നമ്മളെല്ലാവരും അത് TV-യിൽ കണ്ടതാണ്. ആ പെൺകുട്ടിയുടെ മുഖത്ത് 2 കവിളിലും അടിച്ചതിൻ്റെതും ചോര വാർന്നതിൻ്റെ ഒക്കെ പാടോടുകൂടി ആ പെൺകുട്ടിയെ നമ്മൾ TV-യിൽ കണ്ടപ്പോൾ നമുക്ക് വലിയ മനോദുഃഖം തോന്നി. കാരണം ചെറുപ്പക്കാരി പെൺകുട്ടി അതിൻ്റെ മുഖത്ത് അടിച്ച് അല്ലാതെ പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മുഖം നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവരെ ബെയ്ലിൻ ദാസ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകന്റെ വക്കീൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്തോ ഓഫീസിലെ ഈ വക്കീലുമായിട്ടെന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് അവർ കുറച്ച് നാളായിട്ട് അവിടെ വരാതിരിക്കുകയായിരുന്നു. അവർ വരാതിരുന്നതിനെ തുടർന്ന് ഒരു ദിവസം അവരവിടെ വന്നു. അവിടെ വെച്ച് എന്തോ തർക്കത്തിനിടയിൽ ഈ ബെയ്ലിൻ ദാസ് എന്ന് പറയുന്ന ഈ അഭിഭാഷകൻ അവരെ ഗുരുതരമായി പരിക്കേൽക്കത്തക്ക തരത്തിൽ മർദ്ദിച്ചു. അവരുടെ കരണക്കുറ്റിക്കിട്ടൊക്കെ അടിച്ചു പൊട്ടിച്ചു. അവരെ നിലത്തിട്ട് ചവിട്ടി എന്ന് പറയുന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ പിന്നെയും അടിച്ചു. ഇതൊക്കെയാണ് നമ്മൾ വാർത്തകൾ കേട്ടത്. അവർ വന്ന് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലായത് അതാണ്. പിന്നീട് നമ്മൾ കേട്ട വാർത്ത എന്താ? പിന്നീട് നമ്മൾ കേട്ടത് ഇതിൽ പരാതി ഈ പെൺകുട്ടി കൊടുത്തിട്ടും ഈ വനിതാ അഭിഭാഷക കൊടുത്തിട്ടും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ഈ അഭിഭാഷകരുടെ എന്തോ ഒരു സംഘടനയായിട്ടുള്ള ബാർ അസോസിയേഷൻ അതിൻ്റെ തിരുവനന്തപുരത്തെ എന്തോ ഒരു ഭാരവാഹി അവിടെ വന്നുവെന്നും അയാൾ ഈ പോലീസ് അവിടെ വക്കീൽ ഓഫീസിൽ കയറി ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുവെന്നും പറഞ്ഞിട്ടുള്ള വർത്തമാനം വന്നു. അത് ഈ വനിതാ അഭിഭാഷക അത് പിന്നെ ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്നാൽ ബാർ അസോസിയേഷൻകാർ അത് നിഷേധിച്ചു പിന്നീട്. എങ്കിലും പോലീസിന് അവിടെ വക്കീൽ ഓഫീസിൽ കയറി അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ ഒളിവിൽ പോയി. അപ്പോൾ അതിൽ ബാർ അസോസിയേഷൻകാരുടെ പ്രവർത്തനം ദുരൂഹമാണെന്നുള്ളൊരു സംശയം അപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പെൺകുട്ടി വൈദ്യപരിശോധനയൊക്കെയായി ബന്ധപ്പെട്ട് പോയി. ഇതിനിടയിൽ ഈ അഭിഭാഷകൻ മുങ്ങി. അയാൾ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ പോലീസ് അയാളെ അന്വേഷിക്കാൻ തുടങ്ങി. 3 ദിവസം അയാളെ അന്വേഷിച്ചിട്ട് അയാളെ കിട്ടിയില്ല. അവസാനം 4-ാം ദിവസം അടുത്ത് തിരുവനന്തപുരത്ത് ഇവിടുന്ന് സ്റ്റേഷൻ കടവുന്നോ മറ്റോ പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അയാളെ പിടിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. അയാളിപ്പോൾ എന്തോ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അയാൾ സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഈ അഭിഭാഷക വന്ന് മാധ്യമങ്ങളെയും പോലീസിനുമൊക്കെ പിന്തുണച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഈ അഭിഭാഷകയും കൂടി ഇരുത്തിക്കൊണ്ട് നിയമമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പറയാനുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ടതായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ അഭിഭാഷകന് അനുകൂലമായി ഒരു വിഭാഗം അഭിഭാഷകർ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ അഭിഭാഷകൻ അങ്ങോട്ട് മർദ്ദിക്കുകയായിരുന്നില്ല, മറിച്ച് ഈ അഭിഭാഷകനെ ഈ പെൺകുട്ടി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഒരു വിഭാഗം ബാർ അസോസിയേഷനിലുള്ള ഒരു വിഭാഗം അഭിഭാഷകർ പറയും. അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് ഈ അഭിഭാഷകൻ ഈ വനിതാ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ്. പക്ഷെ ഇപ്പം നമ്മളിത് കേൾക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കേൾക്കുന്ന അഭിഭാഷകർ പറയുന്നു തിരിച്ചു മർദ്ദിച്ചു എന്നാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില അഭിഭാഷകരുമായി ബന്ധപ്പെട്ടൊക്കെ ഞാനൊന്ന് സംസാരിച്ചപ്പം എന്നോടും ഈ അഭിഭാഷകർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഈ അഭിഭാഷകനെ മർദ്ദിച്ചു എന്നാണ്. അതാണ് ഇപ്പോൾ കേൾക്കുന്ന പുതിയ വിവരം. ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? ഈ അഭിഭാഷകയെ അതിക്രൂരമായി ഈ അഭിഭാഷകൻ മർദ്ദിച്ചു. അപ്പോൾ ഈ അഭിഭാഷകൻ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതിന് തെളിവും നമ്മൾ കണ്ടു. ആ അഭിഭാഷകയുടെ മുഖമാകെ അടിച്ച് ചുമന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. അവർ അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള പരാതിയും അവർ കൊടുക്കുകയുണ്ടായി. ആ പരാതി കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ചിരുന്നു, അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ പരാതി. ആ പരാതിയിൽ ഒരു വിശദമായിട്ട് ഈ മർദ്ദനം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ അവർ പറയുന്നുണ്ട്. ബാർ കൗൺസിൽ ചെയർമാൻ അയച്ചിട്ടുള്ള പരാതി. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് ഈ അഭിഭാഷകൻ ഈ വനിതാ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനുള്ള തെളിവും നമുക്ക് ലഭിച്ചു. പക്ഷേ ഇപ്പം നമ്മൾ എന്താ കേൾക്കുന്നതെന്ന് അറിയാമോ? ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഈ അഭിഭാഷകനെ ഈ അഭിഭാഷക ക്രൂരമായി മർദ്ദിച്ചു എന്നാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ കേട്ട കാര്യം ഞാൻ പറയാം. അതായത് ഈ അഭിഭാഷക ഈ ബെയ്ലിൻ ദാസിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ എന്തോ തർക്കവിതർക്കമൊക്കെ ആയി ബന്ധപ്പെട്ട് ബെയ്ലിൻ ദാസ് ഈ സ്ത്രീയോട് അവിടെ വരണ്ട, ഈ അഭിഭാഷകരോട് അവിടെ വരണ്ട എന്ന് പറഞ്ഞു. കുറച്ച് നാൾ അവർ വന്നില്ല. കൂടുന്നതിന് 2 ദിവസത്തിന് മുമ്പ് അവർ ഈ അഭിഭാഷകൻ്റെ ഓഫീസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരില്ലാത്ത സമയത്ത് ബാക്കിയുള്ള ജോലികളൊക്കെ ഈ അഭിഭാഷകൻ്റെ മറ്റ് അസിസ്റ്റന്റുമാരായിട്ടുള്ള വനിതാ വക്കീലന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്ത്രീ കയറി വന്നു, ഈ അഡ്വക്കേറ്റ് ശ്യാമിലി കയറി വന്ന് ആദ്യം ഈ വനിതാ അഭിഭാഷകരുമായിട്ടൊക്കെ എന്തോ തർക്കത്തിലേർപ്പെട്ട് എന്തോ ഒരു ഫയല്
ഈ വനിതാ അഭിഭാഷക ഈ ശ്യാമിലി എടുത്തിട്ട് ഈ ബെയിലിൻ ദാസിന്റെ ഓഫീസിലുള്ള മറ്റ് വനിതാ ഏതോ ഒരു അഭിഭാഷകയോട് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അവരെ എന്തോ അസഭ്യം പറഞ്ഞു അത്രേ. ഏത് ഈ ശ്യാമിലി എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷക ബെയിലിൻ ദാസിന്റെ ഓഫീസിലുള്ള ഒരു വനിതാ അഭിഭാഷകയെ എന്തോ അസഭ്യം പറഞ്ഞു വന്നു. നായിന്റെ മോളെ എന്നോ കണ്ട് വിളിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അത് വിളിച്ചപ്പോൾ ഈ ബെയിലിൻ ദാസ് എന്ന് പറഞ്ഞ അഭിഭാഷകൻ അതങ്ങനെ പിന്നെ അശ്ലീലമായിട്ടുള്ള പദങ്ങളൊന്നും എൻ്റെ ഓഫീസിൽ വിളിക്കാൻ പാടില്ല എന്ന് അഡ്വക്കേറ്റ് ശ്യാമിലിയോട് പറഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ബെയിലിൻ ദാസിന്റെ മുഖത്ത് ഏതൊരു കണ്ണാടി എന്ന് 10,000 രൂപയുടെ കണ്ണാടി കൊണ്ടാണ്. അയാൾക്ക് എന്തോ ഈ കാഴ്ചയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് 10,000 രൂപയുടെ കണ്ണാടി ബെയിലിൻ ദാസിന്റെ മുഖത്ത് ഇരിപ്പുണ്ടായിരുന്നു എന്നും ആ കണ്ണാടി ഈ ശ്യാമിലി എന്ന് പറഞ്ഞ സ്ത്രീ എടുത്ത് വലിച്ചെറിഞ്ഞുവെന്നും ആ കണ്ണാടി ആ കഥകലെങ്ങാണ്ട് ചെന്ന് കൊണ്ട് താഴെ വീണ് പൊട്ടിപ്പോയെന്നും. അത് പൊട്ടിപ്പോയി കഴിഞ്ഞ് ഈ അഭിഭാഷകൻ ബെയിലിൻ ദാസ് അതുമായി ബന്ധപ്പെട്ട് എന്തോ പ്രകോപനപരമായി പറഞ്ഞപ്പോൾ ഈ ശ്യാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷക ഈ ബെയിലിൻ ദാസ് എന്ന് പറഞ്ഞ ആളുടെ കരണക്കുറ്റിക്കിട്ട് തുരുതുര അടിച്ചെന്ന്. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം. അത് അഭിഭാഷകർ പറയുന്നതാ. അപ്പൊ യഥാർത്ഥത്തിൽ ബെയിലിൻ ദാസ് ഈ ശ്യാമിലിയെ മർദ്ദിക്കുകയല്ല, മറുഭാഗത്ത് ശ്യാമിലി ബെയിലിൻ ദാസിനെ തുരുതുരായുടെ കരണക്കുറ്റിക്കിട്ട് അടിച്ചു എന്നാണ് ഈ അഭിഭാഷകർ പറയുന്നത്. അങ്ങനെയുണ്ട്. ഈ വാദി പ്രതിയാകും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? വാദി പ്രതിയാകും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ സാധാരണക്കാരൻ നോക്കുമ്പോൾ നമ്മൾ എന്താ കണ്ടത് സുഹൃത്തുക്കളെ? നമ്മൾ കണ്ടത് ആ ശ്യാമിലി എന്ന് പറഞ്ഞ ആ സ്ത്രീ നടന്നു പോകുന്ന നമ്മൾ വിഷയിൽ കണ്ടു. അവരുടെ 2 കരണക്കുറ്റിയും നല്ല ചുവന്ന് തുടുത്ത് ചോരയൊക്കെ വാർന്നിരിക്കുന്നതാണ് നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വിഷമൊന്നും. ഇതാണ് നമ്മൾ സാധാരണ ജനങ്ങളുടെ മുന്നിലുള്ള തെളിവ്. എന്നാൽ അഭിഭാഷകർ എന്താ പറയുന്നത്? ഇതല്ല നടന്നത് നേരെ തിരിച്ചാണ്. ഇവരങ്ങോട്ട് അടിച്ചു എന്നാണ് അഭിഭാഷകർ പറയുന്നത്. അപ്പൊ അതിന് അഭിഭാഷകർ പറയുന്നത് എന്താ? അതിന് സാക്ഷിമൊഴികൾ ഉണ്ടെന്നാണ്. ഏത്? ഇവർ ബെയിലിൻ ദാസിനെ തുരുതുര കരണക്കുറ്റിക്കടിച്ചതിന് സാക്ഷിമൊഴികളുണ്ട്. സ്വാഭാവികമായി ഈ ശ്യാമിലി അടിച്ചെന്നുള്ളതിന് സാക്ഷിമൊഴികൾ ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരാണ് ഈ സാക്ഷികൾ എന്ന് ചോദിച്ചപ്പോൾ അത് ബെയിലിൻ ദാസിന്റെ വക്കീലാഫീസിലുള്ള വനിതാ വക്കീലന്മാർ അവരാണ് കണ്ടത്. ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. അതായത് ബെയിലിൻ ദാസിന്റെ കീഴുദ്യോഗസ്ഥരായിട്ടുള്ള വനിതാ അഭിഭാഷകരാണ് ഈ ബെയിലിൻ ദാസിനെ അഡ്വക്കേറ്റ് ശ്യാമിലി തുരുതുര കരണക്കുറ്റിക്കിട്ട് അടിച്ചു എന്നുള്ള തെളിവുമായിട്ട് വന്നിരിക്കുന്നത്. അതാണ് സാക്ഷിമൊഴികൾ. കേട്ടോണം. അല്ലാതെ പുറത്തുള്ള ഇൻഡിപെൻഡൻ്റ് സാക്ഷിമൊഴികളല്ല. അപ്പോൾ ബെയിലിൻ ദാസിന് കീഴിൽ ബെയിലിൻ ദാസിന്റെ ശമ്പളം മേടിച്ച് ജോലി ചെയ്തിട്ടുള്ള വനിതാ അഭിഭാഷകരാണ് ഈ പുതിയ കഥയുമായി വന്നിരിക്കുന്നത്. അത് പ്രചരിപ്പിക്കുന്നത് ബാർ അസോസിയേഷനിലുള്ള ഒരു വിഭാഗം അഭിഭാഷകരാണ്. സ്വാഭാവികമായും കോടതിയിലെത്തുമ്പോൾ ഈ സാക്ഷിമൊഴികളൊക്കെ അവിടെ പരിഗണിക്കപ്പെടും. അഡ്വക്കേറ്റ് ശ്യാമിലി എന്ന് പറഞ്ഞ അടി കൊണ്ട സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ സാക്ഷിമൊഴികളൊന്നും കിട്ടിയെന്നിരിക്കില്ല. കാരണം ഇത് ബെയിലിൻ ദാസിന്റെ വക്കീലാഫീസിൽ വെച്ചിട്ടാണല്ലോ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സാക്ഷിമൊഴികളൊന്നും കിട്ടാൻ സാധ്യതയില്ല. ബെയിലിൻ ദാസിന് വേണ്ടി ഒരുപക്ഷെ സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും അഭിഭാഷകൻ വന്ന് ഹാജരാവും. ആ വാദമെല്ലാം കൂടെ കഴിയുമ്പോൾ ശ്യാമിലി പ്രതിയും ബെയിലിൻ ദാസ് ഇരയുമായി മാറാനാണ് സാധ്യത. അങ്ങനെ ബെയിലിൻ ദാസിനെ ശ്യാമിലി മർദ്ദിച്ചതിന് ശ്യാമിലിക്ക് മിക്കവാറും ശിക്ഷ കിട്ടാനും ശ്യാമിലി ഉള്ളിൽ പോകാനുമുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയണ്ട. എന്നാൽ യാഥാർത്ഥ്യം എന്താ? നമ്മൾ നേരിട്ട് മുഖത്ത് കണ്ടതല്ലേ അവർക്ക് അടി കിട്ടിയിരിക്കുന്നത്. ബെയിലിൻ ദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ടപ്പോൾ അയാളുടെ മുഖത്തൊന്നും ഒരുപാടും പരിക്കും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള തെളിവ്. പക്ഷേ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ കോടതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലല്ലേ. ആ സാക്ഷിമൊഴികളെല്ലാം ഈ ശ്യാമിലി എന്ന് പറഞ്ഞ അഭിഭാഷകയെ എതിരുമാണ് എന്നുള്ളത് കൊണ്ട് ഈ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ മിക്കവാറും ബെയിലിൻ ദാസ് ഇരയും ശ്യാമിലി പ്രതിയുമാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ എത്രയും ഗതികെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ത്രീയെ അടിച്ച് അവരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഈ അഭിഭാഷകൻ ഈ പറഞ്ഞ പോലെ വിൽ എസ്കേപ്പ് അൺസ്കേത്ത്ഡ് എന്ന് പറയും. ഒരു പരിക്കും ഏൽക്കാതെ അയാൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും ഒക്കെ ഇപ്പോഴത്തെ ദയനീയവും പരിതാപകരവുമായിട്ടുള്ള അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പിന്നെ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുക.